ഹായ് ഫ്രണ്ട്സ്, ഒന്നൊന്നര ടേസ്റ്റുള്ള ഒരു ഭക്ഷണമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. കുറച്ച് ശർക്കര, ഒരു 1/4 ഭാഗം ശർക്കര വെള്ളത്തിലിട്ട് ചാലിച്ച് വെച്ചതാണ്. എന്നിട്ട് പിന്നെ കുറച്ച് തേങ്ങ വേണം, കുറച്ച് മതി, ഒരു പിടി തേങ്ങ മതി. ഒരു പഴം നീളനെ അരിഞ്ഞരിഞ്ഞ് വെച്ചതാണ്, കുറച്ച് ഒരു സ്പൂൺ നെയ്യ് മതി കേട്ടോ. ഇനി ഈ ക്യാമറയുടെ 50 രൂപയുടെ ഐസ്ക്രീമാണിത്. അതിൽ നിന്ന് എനിക്ക് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുത്തുള്ളൂ, 1/4 ഭാഗം പോലും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെൽ ബട്ടനും കൂടി അമർത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ സ്പൂണാണ്, ചെറുത്ത് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അധികം നെയ്യൊന്നും നമുക്ക് ഒഴിക്കേണ്ട. ഈ നെയ്യൊന്നും അകത്തേക്ക് ചെല്ലണത് അത്ര നല്ലൊന്നുമല്ല, കുറേ ചെല്ലണതൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ അതിൽ ഞാൻ ഓരോ പഴങ്ങളും ഇങ്ങനെ അടക്കിടക്കി വെച്ചിട്ടുണ്ട്. കുറേ നെയ്യ് ഒഴിച്ച് അതിലിങ്ങനെ തിളപ്പിച്ചെടുത്താൽ അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ട് നമുക്ക് എന്തിനാണ്. അപ്പോൾ കുറച്ച് നെയ്യിൽ നമുക്ക് നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ എല്ലാ പഴങ്ങളും ഞാനിങ്ങനെ അടക്കി വെക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാ ഭാഗത്തേക്കും നെയ്യ് എത്താവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പം നെയ്യ് നടുവിൽ മാത്രമാണ് കിടക്കുന്നത്, എല്ലാ ഭാഗത്തേക്കും നെയ്യ് എത്തണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ചട്ടി നമ്മൾ പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഭാഗത്തേക്ക് ഈ ചട്ടിയിൽ നിന്ന് തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ 4 ഭാഗത്തെ പഴങ്ങളൊക്കെ വെന്തോളും കേട്ടോ. അതിപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതാ കണ്ട, ചട്ടി ഇങ്ങനെ ചെറുതായി ചെരിച്ച് പിടിച്ച് അങ്ങോട്ട് ചുറ്റിച്ച് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ പഴമല്ലേ, അധികം വേവൊന്നുള്ള സാധനമല്ല, കുറച്ച് വേവേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. നെയ്യിൽ അങ്ങോട്ട് കുറേ ഇട്ട് വേവിക്കൊന്നും വേണ്ട. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, കുറച്ച് 1/4 ശർക്കരയായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു വലിയ ശർക്കരയുടെ 1/4 ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ശർക്കര പാനി എടുത്തൊഴിക്കുക. കുട്ടികൾക്ക് ഇഷ്ടമാവും, മധുരം ഉണ്ടാവും. പഴത്തിന് മധുരമുണ്ട്, ഒപ്പം ശർക്കര പാനിയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവും. എന്നിട്ട് അതിലിട്ട് വേവിക്കുക. അപ്പോൾ ശർക്കര പാനീയത്തിലിട്ട് വേകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അതിന്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്തിടണം, കുറച്ച് തേങ്ങ ഇടണം കേട്ടോ. കുറച്ച് തേങ്ങ ഇട്ടാൽ മതി, ഭയങ്കര ടേസ്റ്റാട്ടോ. ഇത് കഴിക്കുമ്പോൾ നിങ്ങളുടെ വായിൽ വെള്ളം ഊറിപ്പോവും. ഒരെണ്ണമല്ല, നിങ്ങൾ വീണ്ടും 2-3 കൂടി ഇതുപോലെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് അതങ്ങനെ കിടന്ന് വേവിക്കുക. എന്നിട്ട് അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വെക്കുക. തിരിച്ചിടുക കേട്ടോ, മറ്റേ ഭാഗം കൂടി വേവേണ്ടേ. അപ്പോൾ നാളികേരം അവിടെ കിടന്നോട്ടെ, മുകളിൽ കിടന്നോട്ടെ, നിങ്ങൾ തിരിച്ചിടുക കേട്ടോ. ഇത് ലാലേട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ലാലേട്ടൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഹിറ്റായ സംഭവമാണ്. തിരിച്ചിട്ടിട്ട് ഇതാണ് ലുക്ക് വരുന്നത്. ലാലേട്ടൻ അതിൽ കുറച്ച് ആൽക്കഹോളൊക്കെ ചേർത്തുന്നുണ്ട് തോന്നുന്നു. നമ്മൾ ആൽക്കഹോളൊന്നും ചേർത്തുന്നില്ല. ഇനി നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് ഓരോന്നോരോന്ന് എടുത്ത് വെക്കുക കേട്ടോ. ആൽക്കഹോൾ ചേർത്തി കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ് നമുക്കറിയില്ല. ആൽക്കഹോളാന്ന് തോന്നുന്നു ചേർത്തുന്നത്, എനിക്കറിയില്ല കേട്ടോ. അത് വലിയ പ്രശ്നമാവരുത്. ആൽക്കഹോൾ എന്തോ ചേർത്തുന്നുണ്ട് ഈ റെസിപ്പിയിൽ. പിന്നെ നമ്മളിതാ ഫൈനൽ ലുക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇതിലെല്ലായിടത്തും നമ്മൾ ഐസ്ക്രീം ഒരു 50 രൂപയുടെ ടിന്നിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടാൽ മതി. നമുക്ക് വലിയ ടിന്നൊന്നും മേടിക്കാനുള്ളതൊന്നും നമ്മുടെ കയ്യിലില്ല. അത് ചെറിയ ടിന്നോട് നമ്മൾ സംതൃപ്തിപ്പെടുക. അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, കണ്ടില്ലേ. എന്നിട്ട് നമ്മളത് എല്ലാ പഴത്തിലേക്കും ഇങ്ങനെ വെച്ച് തേച്ച് കൊടുക്കുക കേട്ടോ. ഇതങ്ങോട്ട് വായയിൽ വെച്ച് എന്തൊരു ടേസ്റ്റാണെന്നറിയോ. നിങ്ങളൊന്ന് കഴിച്ച് നോക്ക് കേട്ടോ, എന്നിട്ട് പറയാം.